ഗസയുടെ കാര്യത്തിൽ ലോക നേതാക്കൾ ആശങ്ക ഉന്നയിക്കുമ്പോഴും അഭയാർത്ഥി ക്യാമ്പുകൾ ഉൾപ്പെടെ ആക്രമണം ഘടിപ്പിക്കുന്നു ഇസ്രായേൽ. ദിവസങ്ങളിലും നൂറുകണക്കിന് മനുഷ്യർ അവിടെ, നിരപരാധികൾ, സ്ത്രീകൾ, കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ഒരു മയവുമില്ലാതെ കൊന്നൊടുക്കുകയാണ് ഇസ്രായേൽ. ലെബനനിലെ ഹൂത്തി വിമതരുടെ ആക്രമണങ്ങളെ തുടർന്ന് ചെങ്കടലിലെ സാഹചര്യവും കുറച്ച് സങ്കീർണമാവുന്നു. ഗസയ്ക്ക് പുറത്തേക്കപ്പോൾ ഈ യുദ്ധം ചെറുതായി കൂടിയാണെങ്കിലും വ്യാപിക്കുന്നു എന്ന ഭീകരമായ സാഹചര്യം ആ മേഖലയിലുണ്ട്. മധ്യ ഗസയിൽ കൂടാതെ വെസ്റ്റ് ബാങ്കിലെ വിവിധ നഗരങ്ങളിലും ശക്തമായ ആക്രമണം. റാമല്ല നഗരത്തിലുണ്ടായ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു, 15ഓളം പേർക്ക് പരുക്ക്. ഇസ്രായേലിനു നേരെ ലെബനനിലെ ഹിസ്ബുള്ള വെടിവെപ്പ് നടത്തി. ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ 2 ഓസ്ട്രേലിയൻ പൗരന്മാർ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. ബുറജ്, നുസ്രത്ത്, മഗസി അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ UN ആശങ്ക പ്രകടിപ്പിച്ചു. അതേസമയം ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണം കനക്കുകയാണ്. ഹൂതികൾ തൊടുത്ത ഡ്രോണുകളും കപ്പൽ വേദ മിസൈലുകളും അമേരിക്കയുടെ USS ലബൂൺ വെടിവെച്ചിട്ടു. ഗസയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് യുണിസെഫ് വക്താവ് ജോ ഇംഗ്ലീഷ് ആവശ്യപ്പെട്ടു. ഗസയിലെ തുടർച്ചയായ ആക്രമണങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ രംഗത്തെത്തി. ഗസയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി ഈജിപ്ത് പ്രസിഡന്റും ജോർദാൻ രാജാവും ചർച്ച നടത്തും. പലസ്തീൻ അനുകൂല പ്രക്ഷോഭകർ ന്യൂയോർക്കിലും ലോസ് ആഞ്ചലസിലും ഗതാഗതം തടസ്സപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്ക് 24. അപ്പോൾ അതാണ് അവിടെ കുറിയും ബത്ലഹേമിൽ ക്രിസ്മസ് ഒന്നും കാര്യമായി ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് പ്രാർത്ഥനാ ചടങ്ങുകൾ മാത്രമായി ഒതുങ്ങി, അവിടെ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് മാർപ്പാപ്പ എന്ന് പറഞ്ഞത് ക്രിസ്മസിൻ്റെ സന്ദേശം യേശു പിറന്ന മണ്ണിൽ തന്നെ മരിച്ചുപോയി എന്നൊക്കെയുള്ള വേദനാനിർഭരമായി കേട്ടു. അത് പക്ഷേ അതൊന്നും ഇസ്രായേലിൻ്റെ ചെവിയിലേക്ക് എത്തുന്നില്ല. അവർ നരമേധം അവിടെ ക്രൂരമായി തുടരുകയുമാണ്.